ഇപ്പോൾ ജന്തർ മന്ദർ സമരത്തിന് ശേഷം ലോക്സഭ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും സഭ തുടങ്ങുമ്പോൾ തന്നെ വലിയ ബഹളത്തിലൂടെയാണ് തുടങ്ങുന്നത്. मैं फिर माननीय सदस्य से आग्रह करता हूं, ये सदन है जो दुनिया का सबसे बड़ा लोकतंत्र है, इसकी मर्यादाएं और इसकी सारी व्यवस्थाओं की जिम्मेदारी सभी माननीय सदस्यों की है। मैं कुछ दिनों से माननीय सदस्यों के व्यवहार आचरण को देख रहा हूं। ये सदन की मर्यादाओं के आचरण के अनुरूप नहीं है, ये उचित नहीं है। मैं फिर आपसे आग्रह कर रहा हूं, ऐसे माननीय सदस्यों के खिलाफ मुझे कार्रवाई करनी पड़ेगी जो सदन की मर्यादाओं परंपराओं को समाप्त करने का प्रयास कर रहे हैं। आप जाइए अपने अपने सदन बैठिए, ये सदन है, सदन की मर्यादा बनाना रखना आपकी जिम्मेदारी है, इसकी प्रतिष्ठा बनाए रखने की जिम्मेदारी आपकी है। आप संवाद करो, चर्चा करो, महत्वपूर्ण मुद्दों पर बात करो, लेकिन तख्तियां लेकर आना ये उचित नहीं है। आप प्रश्नकाल में गतिरोध पैदा करना चाहते हैं, आपके प्रश्न हैं, महिला सांसद के प्रश्न हैं। सदन की कार्रवाई आज 12 बजे तक के लिए स्थगित की जाती है। തുടങ്ങി ബഹളത്തോടെ സഭ 12 മണി വരെ നിർത്തിവെക്കുകയും ചെയ്തു. വലിയ ബഹളമാണ് പ്രതിപക്ഷം ഉയർത്തിയത്. പ്രത്യേകിച്ച് അമിത്ഷായുടെ ഒരു പ്രസ്താവന ആവശ്യപ്പെട്ടാണ് വലിയ പ്രതിഷേധം ഉയർന്നത്. പ്രത്യേകിച്ച് ജന്തർ മന്ദറിലെ സമരം കഴിഞ്ഞ 35 ദിവസത്തോളം നമ്മൾ കണ്ടു. ആ സമരത്തിനിടെ നടത്തിയ ലാത്തി ചാർജ്, പെല്ലറ്റ് ഗൺ ആക്രമണം, കുട്ടികൾക്കെതിരെ അതിക്രൂരമായ നടപടികളുണ്ടായി. എന്നാൽ ഇതിലൊക്കെ ഏതെങ്കിലും തരത്തിൽ ഒരു വിശദീകരണം നൽകാൻ അമിത്ഷാ കേന്ദ്ര ആഭ്യന്തരമന്ത്രി തയ്യാറായിരുന്നില്ല. അതിൽ തുടരെ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചു. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അമിത്ഷായ്ക്ക് കത്തയക്കുക കൂടി ചെയ്തു. പക്ഷേ അതിലൊന്നും ഒരു മറുപടിയോ വിശദീകരണമോ നൽകാൻ അമിത്ഷാ ഇതുവരെ തയ്യാറായിട്ടില്ല. പക്ഷേ അമിത്ഷാ ലോക്സഭയിൽ വിശദീകരണം നൽകണം എന്നാവശ്യപ്പെട്ട്, പ്രസ്താവന നടത്തണം എന്നാവശ്യപ്പെട്ടാണ് വലിയ ബഹളം ഉണ്ടായത്. ഇപ്പോൾ